അഭയത്തിനായുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിയമജ്ഞനെ സമീപിച്ച് അപ്പീൽ നൽകാനുള്ള അഭയാർത്ഥികളുടെ അവകാശം എടുത്തുകളയാൻ ഒരുങ്ങുകയാണ് ജർമ്മൻ ഭരണകൂടം. അപേക്ഷ നിരസിക്കപ്പെട്ട അഭയാർത്ഥികളെ നാടുകടത്താനുള്ള പ്രക്രിയ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണിത്. നാടുകടത്തൽ കാത്തുകഴിയുന്ന അഭയാർത്ഥികൾക്ക് നിയമ പിന്തുണ നൽകുന്ന നിയമം എടുത്തുകളയുകയാണെന്ന് ചാൻസലർ ഫ്രെഡ്രെ മേഴ്സ് ദ ടെലഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഏഞ്ചല മെർക്കലിന്റെ മുൻ സർക്കാർ കൊണ്ടുവന്ന ഈ നിയമം നാടുകടത്തൽ പ്രക്രിയ വൈകിപ്പിക്കാനായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് മേഴ്സിന്റെ അനുയായികൾ വാദിക്കുന്നു. നാടുകടത്തലിന്റെ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും എന്നാൽ ആളുകൾ ഒളിവിൽ പോവുകയോ നിയമ നടപടികൾക്ക് മുതിരുകയോ ചെയ്യുന്നതിനാൽ അത് ക്ലേശകരമാവുകയാണ് എന്നാണ് മേഴ്സിന്റെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു MP പറഞ്ഞത്. മാത്രമല്ല, നിയമ നടപടികളിലൂടെയും മറ്റും നാടുകടത്തൽ വൈകിപ്പിക്കുന്നത് ആളുകൾ ഒളിവിൽ പോകാൻ ഇടയാക്കുമെന്നും MP ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഈ നിയമം എടുത്തുകളയുന്നതിനെതിരെയും ഒരു വിഭാഗം ജനങ്ങൾ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. ആളുകളെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കാൻ പുതിയ നിയമം ഇടയാക്കുമെന്നാണ് വിമർശകർ വാദിക്കുന്നത്. ജർമ്മനിയിലെ കുടിയേറ്റ അനുകൂല സംഘടനകൾ എല്ലാം തന്നെ സർക്കാർ നീക്കത്തെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് ഈ നീക്കം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നിയമവിരുദ്ധമായ കുടിയേറ്റം തടയുന്നതിനുള്ള തടസ്സങ്ങളിൽ ഒന്നാണ് അനധികൃത കുടിയേറ്റക്കാർക്ക് നിയമസഹായം ലഭ്യമാക്കുന്ന നടപടിയെന്നും അത് അവസാനിപ്പിക്കുമെന്നും സർക്കാർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അനധികൃത അഭയാർത്ഥി പ്രവാഹത്തിനെതിരെ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് കൈക്കൊണ്ട കർശന നിലപാടുകൾ ഫലം കാണുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ജർമ്മനിയിൽ നിന്നും വരുന്നത്. അഭയത്തിനുള്ള അപേക്ഷകൾ പകുതിയായി കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. മുൻ ചാൻസലർ ഏഞ്ചല മെർക്കലിന്റെ അഭയാർത്ഥികളോടുള്ള മൃദു സമീപനം പുതിയ ഭരണകൂടം അപ്പാടെ മാറ്റിയിട്ടുണ്ട്. ജർമ്മനിയുടെ അതിർത്തികൾ അഭയാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിട്ടതിന്റെ 10ാം വാർഷികമായി സെപ്റ്റംബറിൽ വരുന്നുണ്ട്. എന്നാൽ പുതിയ നിയമമനുസരിച്ച് ആവശ്യമായ രേഖകൾ ഇല്ലാതെ വരുന്ന കുട്ടികളും ഗർഭിണികളും ഒഴിച്ചുള്ളവരെയെല്ലാം അതിർത്തികളിൽ നിന്നും തിരിച്ചയക്കുകയാണ്. ഇതോടെയാണ് ജർമ്മനിയിലേക്കുള്ള അഭയാർത്ഥികളുടെ ഒഴുക്ക് കുറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ കുടിയേറ്റം മുഖ്യ വിഷയമായിരുന്നു. അധികാരമേറ്റ ആദ്യം തന്നെ മേഴ്സ് ചെയ്തത് തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനം അനുസരിച്ച് ഏഞ്ചല മെർക്കലിന്റെ ഉത്തരവ് റദ്ദാക്കുക എന്നതായിരുന്നു. അതിർത്തികളിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയുന്നതിന്റെ ഭാഗമായി 3000ഓളം ഉദ്യോഗസ്ഥരെ അധികമായി നിയമിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സിറിയയിലെ ആഭ്യന്തര കലാപത്തിന് അറുതിയായതോടെ സിറിയയിൽ നിന്നെത്തുന്നവരെ ഉടനടി തിരിച്ചയക്കുമെന്ന് മേഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ സമ്പൂർണ്ണ അഭയാർത്ഥി സ്റ്റാറ്റസ് ലഭിക്കാത്തവരുടെ കുടുംബാംഗങ്ങളെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരുന്നതും തടഞ്ഞിട്ടുണ്ട്. കുടുംബങ്ങളുടെ ഒന്നിപ്പിക്കൽ എന്ന പേരിൽ ഇത്തരം കാര്യങ്ങൾ നേരത്തെ സാധാരണമായിരുന്നു.